ഹലോ, ഇതുണ്ടല്ലോ കുറേ ആയി എടുത്തു വെച്ചിട്ടോ വീഡിയോ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതിനു എഡിറ്റ് ചെയ്യാൻ കുറേ നേരം വൈകി. ഇത് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ബീഫ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ ആ ബീഫ് ലാസ്റ്റത്തെ ഇതേനു കേട്ടോ. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് മധുവത്ത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഗാലറി ഇങ്ങനെ ഇത് തപ്പിയപ്പോൾ അതിലങ്ങനെ കണ്ടപ്പോൾ കേട്ടോ. ഇപ്പോൾ നാട്ടിലേക്ക് പോകാനായി, അങ്ങനെ ഒരു വർഷമാകാനായി, എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ആ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനു. അപ്പോൾ ഒന്നുമില്ലേനു കേട്ടോ. നാട്ടിൽ നിന്ന് വന്ന ഇതിൽ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും എല്ലാ സാധനങ്ങളും ഇനി കൊടുന്നിട്ട് വേണ്ടീനു. അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ കുപ്പിയിലോട്ട് ആക്കി വെക്കുന്ന കേട്ടോ. അപ്പോൾ അതിലോട്ടുള്ള സാധനങ്ങളും ഒക്കെ വേണ്ടിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒക്കെ എടുത്ത് വെച്ചിട്ട് മധുവത്ത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മധുവത്ത്. അപ്പോൾ അവർ നാട്ടിൽ പോയപ്പോൾ അധികം ഈ മധുവത്ത് തന്നെ കഴിച്ചിട്ടുണ്ടായിന് കേട്ടോ അവർ. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ബീഫ് ഏതായാലും നാട്ടിലത്തെ ബീഫും അല്ലേ, നല്ല രസമുണ്ടാവും. അതുപോലത്തെ നാട്ടിലത്തെ ബീഫാകുമ്പോൾ നല്ല രസമുണ്ടാവും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ബീഫൊക്കെ പറഞ്ഞാൽ ഒരു ചണ്ടിയേക്കാരം, നമ്മൾ എത്ര നന്നാക്കി വെച്ചിട്ടും കാര്യമില്ല, ആ ബീഫിൻ്റെ രസം കിട്ടൂല. നാട്ടിലത്തെ ബീഫിൻ്റെ അത്ര രസം കിട്ടൂല. ഇത് ഞാനൊരു തട്ടിക്കൂട്ട് മധുഹൂത്തായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫുള്ള് റെസിപ്പി ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മധുഹൂത്തിൻ്റെ റെസിപ്പി ആണെങ്കിൽ പറയാട്ടോ, ഞാൻ ഇടണ്ട്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് ഇൻഷാ അള്ളാ മധുവത്തിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസും ഒക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഇൻഷാ അള്ളാ. അപ്പോൾ ഇനി അടുത്ത മാസമൊക്കെ ആയിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോകും. ഇവിടെ വെക്കേഷനൊക്കെ ആയല്ലോ മക്കൾക്ക്. അടുത്ത മാസം മെയ് ഒക്കെ ആകുമ്പോൾ ഇവിടെ മക്കൾക്ക് സ്കൂളൊക്കെ പോകും. അപ്പോൾ ഇൻഷാ അള്ളാ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നമ്മളെ ഇവിടെയൊക്കെ ആകെ യുദ്ധം കാര്യങ്ങളൊക്കെയാണല്ലോ. ഒമാനിൽ വല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും ദുബായ്, ഖത്തർ അവിടെയൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇവിടേക്കൊക്കെ എന്നാണ് യുദ്ധമൊക്കെ ആരംഭിക്കുക അറിയില്ല, പോകാൻ പറ്റുമോ അതും അറിയില്ല നാട്ടിലോട്ട്. ആകെ ബുദ്ധിമുട്ടിലാണ് പ്രവാസികളൊക്കെ. ആകെ ഈ യുദ്ധം ഒന്ന് അവസാനിച്ച് കിട്ടിയെങ്കിൽ വെച്ചിട്ട് നിൽക്കണം എല്ലാവരും. ഒന്നും കുഴപ്പമൊന്നും ഇല്ലാക്കട്ടെ, ആർക്കും പ്രാർത്ഥിക്കാം. പിന്നെ ഞാനിതാ കുക്കറിലാട്ടോ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മധുഹൂത്ത് കുക്കറിൽ തന്നെയായിട്ട് വെക്കണം, അപ്പോൾ അതിൻ്റെ രസം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനായിട്ടൊരു കുക്കറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വെക്കുമ്പോഴാണ് ആ മധുഹൂത്തിൻ്റെ രസം കിട്ടുക. എൻ്റെ നാത്തൂൻ്റെ ഹസ്ബൻഡ് ഒരു ഹോട്ടലാട്ടോ. അപ്പോൾ അവർ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അപ്പോൾ ആർക്കെങ്കിലും മധുഹൂത്തിൻ്റെ റെസിപ്പി ആണെങ്കിൽ പറയാട്ടോ. അപ്പോൾ ഞാൻ ഇടണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഫുള്ളായിട്ടുള്ള ക്ലിപ്പും കാര്യങ്ങളും നീ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മക്കൾക്ക് അങ്ങനെ പുതിയപ്പോൾ അങ്ങനെ ഏതായാലും ആ ബീഫും ഉണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് വെക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലോട്ട് കുറച്ച് ഓയിലാട്ടോ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വല്ലാതെ ഓയിലൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഒരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ഒന്ന് വാട്ടി വരട്ടെ. ഇനി ഇതിലോട്ടുണ്ടല്ലോ സ്പൈസസ് കേട്ടോ. നമ്മൾ ഉണക്ക നാരങ്ങ, കറാപ്പട്ട, ഏലക്ക, കറാമ്പൂ അതൊക്കെ കേട്ടോ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യമുള്ളത് ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. എല്ലാം മുതൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. കുരുമുളകൊക്കെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നതേന് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും ഒക്കെ ഇട്ടിട്ട് പിന്നെ ഇതുണ്ടല്ലോ, ഇതിന് ഞാൻ വീഡിയോ എടുക്കാം ക്ലിപ്പ് വിട്ടുപോയി. അതിൻ്റെ ഇടയിൽ മോളും എന്തൊക്കെയോ അവിടെ പരിപാടി ഒപ്പിച്ചപ്പോൾ അത് അങ്ങോട്ട് പാഞ്ഞു കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാനിതാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മിക്സി ഉണ്ടല്ലോ ഒന്ന് ചവച്ചിക്കാണ്ട് ആയിട്ട് ഒന്നുകൂടി പറഞ്ഞു കേട്ടോ. ഇത് പിന്നെ ബീഫിൻ്റെ മാഗി കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ 2 മാഗി കട്ടിയും ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഇതിലോട്ട് നമ്മൾ ബീഫ് മസാല പൗഡർ ഉണ്ടല്ലോ അതാട്ടോ. ഈ ഒരു പൊടി മാത്രമേ ഇതിലോട്ട് ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. ഈ ഒരു പൊടി മാത്രം മതി, വേറെ ഒരു പൊടി ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ബീഫ് മസാലയുടെ പൗഡർ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതെടുക്കുന്നുണ്ട് കേട്ടോ, വാട്ടിയെടുക്കുന്നുണ്ട്. അത് ആ കുത്തുമാറിന് വരെ ഒന്ന് മുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ബീഫ് ഉണ്ടല്ലോ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പൊന്ന് വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചാൽ ഒരു പകുതി വേവാക്കിക്കാണ്ട് അങ്ങനെ കൊണ്ടല്ല കേട്ടോ ഞങ്ങൾ നാട്ടിൽ നിന്ന് പോരുമ്പോൾ.
എന്നാൽ പിന്നെ നമുക്ക് ഫ്രീസറിൽ അങ്ങനെ കട്ടാക്കി വെച്ചാൽ നമുക്ക് കൂടുതൽ ഒരു മാസത്തോളമൊക്കെ നിൽക്കും കേട്ടോ. 1.5 മാസത്തോളം അങ്ങനെ ബീഫ് ഞങ്ങൾ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. അങ്ങനെ ഇതാ ഞാൻ ഇതിലോട്ട് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം ഞാൻ ബീഫ് ഒന്ന് വേവിച്ചെടുത്തിട്ടോ. ബീഫ് വേവിച്ചെടുത്തിട്ട് അതിലോട്ട് ആ വെള്ളം ആ ഒരു കണക്കുണ്ട് കേട്ടോ. നമ്മൾ അരി എത്ര എടുക്കണം, ഇപ്പോൾ 4 ഗ്ലാസ് ആണ് നിങ്ങൾ അരി എടുക്കുന്നതിന് 6 ഗ്ലാസ് വെള്ളം, 5 ഗ്ലാസ് വെള്ളം, അങ്ങനെ വെള്ളത്തിൻ്റെ കണക്കെടുത്തിട്ട് അതിലോട്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ടേനു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടോ. ഞാൻ അരി ഇടുന്നതൊന്നും അതിലോട്ട് എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ. അങ്ങനെ അതൊക്കെ എടുത്തിട്ടില്ല. അങ്ങനെ ആ കുക്കറിൽ തന്നെ ഒറ്റ വിസിൽ മതി. ആദ്യം ഒന്ന് സ്പീഡിൽ ഒരു വിസിലടുപ്പിച്ചാൽ പിന്നെ ഒരു 5 to 10 മിനിറ്റ് സിമ്മിലാക്കിയിട്ട് അങ്ങനെ ഒന്നൊരു വിസിലടുപ്പിച്ച കേട്ടോ. അങ്ങനെ നമ്മളെ മധുഹൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിൽ നമുക്ക് മധുഹൂത്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ആരെങ്കിലും വിരുന്നേരൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചോറ് തന്നെ കേട്ടോ ഈ മധുഹൂത്ത് അറിയണത്. അപ്പോൾ ഇതാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആരെയും കാണുന്നവരുണ്ടെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബർ ആണെങ്ങളില്ല, വ്യൂസും വരുന്നില്ല. എല്ലാവരും പോയിട്ട് ഒന്ന് കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലോങ് വീഡിയോസിനൊന്നും തീരെ വ്യൂസ് ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പുതിയൊരു റെസിപ്പീൻ്റെ വീഡിയോയുമായി വീണ്ടും വരുന്നവരെ അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.